സർ, ഗാസയിൽ ഏതാണ്ട് 15 മാസത്തിന് ശേഷം വെടിവെച്ച നിലയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇസ്രയേലും ഹമാസും ഈ വെടിനിർത്തലിനോട് യോജിക്കുന്നു, കരാറിൽ ഒപ്പിടാൻ പോകുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ നെതന്യാഹുവിൻ്റെ ഈ നിലപാടിനോട് മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഇത് ആ രാജ്യത്തിന് ഗുണകരമാണോ എന്ന രീതിയിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട്? ഓക്കെ, പൊതുവിൽ ആൾക്കാരെല്ലാവരും ലോകം മുഴുവനും കാക്ഷിക്കുന്നത് ഒരു വെടിനിർത്തൽ വേണം. ഇത്രയും നാൾ വെടിവെച്ച് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ഗാസയിൽ നിന്നും എത്രയോ നാളുകളായി ഇത് തുടരുന്നു. പിന്നെ ഓൾമോസ്റ്റ് 50,000 അടുത്തേക്ക് വരെയാണ് കാഷ്വാലിറ്റി, മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമാധാനം വരണം, ഒരു കരാറ് വരണം എന്നൊക്കെയുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഇസ്രായേലിൽ തന്നെ ചിലർക്ക് ഇതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. നെതന്യാഹു ഇതിന് സമ്മതിക്കുന്നതിനോട് വിരോധമുള്ള കുറേ ജനങ്ങളും ഉണ്ട്. അതേപോലെ മന്ത്രിസഭയിൽ തന്നെ കുറച്ച് പേരുണ്ട്. അപ്പോൾ മന്ത്രിസഭയിൽ പ്രധാനമായിട്ട് 2 പേരാണ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ പേര് ബസാലെൽ സ്മോട്രിച്ച് എന്നാണ്. അദ്ദേഹം അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്ററാണ്. ഹി ബിലോങ്സ് ടു ദി ഫാർ റൈറ്റ്. അപ്പോൾ ഈ സ്മോട്രിച്ച് ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. അതേപോലെ തന്നെ വേറൊരാൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ബെൻഗുർ എന്ന് പറഞ്ഞിട്ടൊരാളാണ്. ബെൻഗുർ അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റിയുടെ മന്ത്രിയാണ്. അപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റിയുടെ മിനിസ്റ്ററും അതേപോലെ ഫൈനാൻസ് മിനിസ്റ്ററും ബോത്ത് ഓഫ് ദം ബിലോങ് ടു ദി ഫാർ റൈറ്റ്. അല്പം എക്സ്ട്രീം വ്യൂസ് ഉള്ള ആൾക്കാരാണ്. വിട്ടുവീഴ്ചയൊന്നും വേണ്ട, അടിച്ചു തന്നെ തീർക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്താഗതിക്കാരാണ്. അപ്പോൾ അവർ 2 പേരും ഈ ക്യാബിനറ്റിൽ നിന്ന് നെതന്യാഹുവിനോട് അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണ്ടി വന്ന സപ്പോർട്ട് പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീറ്റി ഇപ്പോൾ വരുന്ന കരാറുണ്ടല്ലോ, ദാറ്റ് ഈസ് കറ്റാസ്ട്രോഫിക് ഫോർ നാഷണൽ സെക്യൂരിറ്റി എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സുരക്ഷിതത്വത്തെ ഇത് ബാധിക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. പിന്നെ വേറൊന്ന് അവർ പറയുന്നത് ഇതൊരു സറണ്ടർ ഡീലാണ്. അതായത് ഹമാസിൻ്റെ ആഗ്രഹങ്ങൾക്ക് കീഴടങ്ങുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയുന്നു. പിന്നെ അവർക്ക് തീരെ സമ്മതിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവർ ഈ ഹോസ്റ്റേജസിനെ വിട്ടു തരുന്ന കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും പകരം ആൾക്കാർ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും, പാലസ്തീൻകാരെ വിട്ടു തരണം എന്നും പറഞ്ഞ്. അപ്പോൾ ആ ചോദിക്കുന്നതിൽ ചിലപ്പോൾ തനി ടെററിസ്റ്റ്, ഹാർഡ് കോർ ടെററിസ്റ്റ് ഉണ്ടായിരിക്കും, അവരെയും വിട്ടുകൊടുക്കേണ്ടി വരും ഇങ്ങനത്തെയൊക്കെ ഡീലിന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഒരു ഇസ്രായേലി പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയി. അങ്ങേരുടെ പേര് ഷാലിറ്റ് എന്നായിരുന്നു, ഗിലാദ് ഷാലിറ്റിനെ പിടിച്ച് കൊണ്ടുപോയി അവർ. പിന്നെ അയാളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പാടുപെടാൻ തുടങ്ങി കഴിഞ്ഞിട്ട് അവസാനം ഇസ്രായേലിന് ഈ ഗിലാദ് ഷാലിറ്റ് എന്നുള്ള ഒരു പട്ടാളക്കാരനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് 1027 പാലസ്തീൻകാരെ വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ വിട്ടുകൊടുത്തതിൽ ഒരാളാണ് നമ്മുടെ സിൻവർ. അദ്ദേഹം പിന്നെ പോയിട്ട് കാണിച്ച പണികളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതേപോലെ ഉള്ള ആൾക്കാർ ഇനിയും ചിലപ്പോൾ വിട്ടുകൊടുക്കേണ്ടി വരും. എത്ര കാലം കഷ്ടപ്പെട്ട് ഓരോരുത്തരെ പിടികൂടി കഴിഞ്ഞിട്ട് അവരെ വീണ്ടും തിരിച്ചു കൊടുക്കൽ വലിയ പാടാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാർ ഒരുവിധമൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വേറെ ചെറുത്തുനിൽപ്പിനൊന്നും അവർക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. അവരൊന്നില്ലെങ്കിൽ ടണലിനകത്തിരിക്കും, അല്ലെങ്കിൽ വെടികൊണ്ട് ചാകും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാവുന്നൊരവസ്ഥ അവർക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മൾ അച്ചീവ്മെൻറ്റ്സ് നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇനി കോംപ്രമൈസ് എന്നും പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് നേടിയ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതിന് തുല്യമാകും എന്നാണ് ഈ 2 പേര് പറയുന്നത്. ബസാലെൽ സ്മോട്രിച്ച് എന്ന് പറയുന്ന ഫൈനാൻസ് മിനിസ്റ്ററും ബെൻഗുർ എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി മിനിസ്റ്ററും. ഇവർ 2 പേരുമാണ് ക്യാബിനറ്റിൽ നിന്നും എതിർക്കുന്നത്. പിന്നെ ജനങ്ങളുടെ തന്നെ 2 തരം കാഴ്ചപ്പാടാണുള്ളത്. ഈ ടെലവീവിൽ തന്നെ ജാഥകൾ നടത്തുന്നുണ്ട്. ചിലരിതിന് അനുകൂലമായിട്ട് നടത്തുന്നുണ്ട്, ചിലരിതിന് പ്രതികൂലമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രതികൂലമായിട്ട് നടത്തുന്നവർ പറയുന്നത്, ഇപ്പോൾ ട്രംപ് വന്നുകൊണ്ടാണ്, ട്രംപ് ഈസ് ഫോഴ്സിങ് നെതന്യാഹു. അപ്പോൾ ഇത് ഒരു ട്രംപ് പീസാണ്, ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന പീസാണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് എല്ലാത്തിനും സമ്മതിക്കുകയാണ്. ട്രംപിൻ്റെ പ്രഷറിന് വഴങ്ങുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവർ മുദ്രാവാക്യം വിളിച്ച് പോയത് യു ഹാവ് നോ മാൻഡേറ്റ് ഫോർ സറണ്ടർ. നിങ്ങളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഈ അവകാശങ്ങളൊക്കെ നൽകിയിരിക്കുന്നത് കീഴടങ്ങാൻ വേണ്ടിയിട്ടല്ല, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വെറും കീഴടങ്ങലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ചിലർ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങൾ. പിന്നെ വേറൊന്ന് അവർ മുദ്രാവാക്യം വിളിച്ചു പോയത്, യു ഡോണ്ട് മേക്ക് എ ഡീൽ വിത്ത് ദി ഡെവിൾ.
ഡെവിൾ എന്നാണ്. യു ഡോണ്ട് മേക്ക് എ ഡീൽ വിത്ത് ദി ഡെവിൾ, അതായത് ഹമാസായിട്ടുള്ള ഡീല് വേണ്ട, അല്ലാതെ തന്നെ തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ പലരും ഇതിനെ കാണുന്നത്. അപ്പോൾ ജനങ്ങളുടെ ഇടയിലും അതേപോലെ മന്ത്രിസഭയിലും കുറേ ഓപ്പോസിഷനുണ്ട്. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ നമ്മളിവിടെ ന്യൂക്ലിയർ ട്രീറ്റി അമേരിക്കയായിട്ട് സൈൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ എതിർപ്പുണ്ടായിരുന്നു. അവസാനം ഈ വൺ ഡേ മാച്ച് നടക്കുന്ന പോലെ ക്രിക്കറ്റിലൊക്കെ അവസാനം ഒരു റണ്ണിന് ജയിക്കണം എന്ന് പറഞ്ഞാണ് ഒരു വോട്ടിന് CPM ഇന്ന് ആളെ സംഘടിപ്പിച്ചിട്ടാണ് അന്ന് സ്പീക്കറെ സംഘടിപ്പിച്ചിട്ടാണ് അന്ന് കോൺഗ്രസ്, അത് മൻമോഹൻ സിംഗ് ആ ന്യൂക്ലിയർ ട്രീറ്റി സൈൻ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി. അപ്പോൾ അതേപോലെ ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഇപ്പോൾ അവർ ദേ ഹാവ് കം ടു സം സോർട്ട് ഓഫ് എ ഡീൽ. ഒരു 3 ഫേസിൽ കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആഴ്ച, അതായത് 42 ഡേയ്സിൻ്റെ ആണ്. ആ 42 ഡേയ്സിൽ കാര്യമാണ് ഇപ്പോൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് തീരുമാനം വന്നിരിക്കുന്നത്. ഈ 42 ദിവസത്തിനുള്ളിൽ 33 ഹോസ്റ്റേജസിനെ വിട്ടുകൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രായമായവരുണ്ടാവും, ഉണ്ടാകും, കുഞ്ഞുങ്ങളുണ്ടാകും, പിന്നെ കുട്ടികളുണ്ടാകും, പിന്നെ ഈ വിമൻ സോൾജേഴ്സ്, ഫീമെയിൽ സോൾജേഴ്സ് ഉണ്ട് 5 പേര്. അത്രയും പേരെ 33 പേരെ വിട്ടയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം 100 പാലസ്തീനിയൻസിന് അങ്ങോട്ട് വിട്ടുകൊടുക്കും. അപ്പോൾ അതാണ് കൃത്യമായിട്ടിപ്പോൾ ആ ഫേസ് 1 മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ഫേസിനെ പറ്റി അവർ പറയുന്നത് ഈ ഫസ്റ്റ് ഫേസ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് 16 ദിവസം കഴിയുമ്പോൾ സെക്കൻഡ് ഫേസിൻ്റെ ചർച്ച ഫൈനൽ ഷേപ്പ് കൊടുക്കും. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ശരിയായിട്ട് പോകുകയാണെങ്കിൽ ആ സെക്കൻഡ് ഫേസിൽ തീരുമാനമാകും. അതായത് ബാക്കിയുള്ള ഹോസ്റ്റേജസിനെയും അതേപോലെ ബോഡീസ്, മരിച്ചുപോയ ആൾക്കാരുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് പലസ്തീനിയൻ ആൾക്കാർ പ്രിസണിലുള്ളവർ അങ്ങോട്ടും തിരിച്ചു കൊടുക്കും. അപ്പോൾ മോറോർലെസ് ഒരു തരം ഒരു ഡീൽ എന്ന് പറയാം. പിന്നെ തേർഡ് സ്റ്റേജായിട്ട് ഈ പറയുന്ന ഗാസയുടെ റീകൺസ്ട്രക്ഷനാണ്. ദാറ്റ് മേ ടേക്ക് 3 to 5 years. അതിൽ എന്തായാലും UAE ആയിരിക്കും ലീഡ് എടുക്കുന്നത്. ദേ വിൽ ബി ടേക്കിംഗ് ദി ലീഡ് ഇൻ ദി മാറ്റർ. അപ്പോൾ ആ രീതിയിലായിരിക്കും പോകുന്ന കാര്യങ്ങൾ. എന്തായാലും ഇത് ലോകം മുഴുവനും സന്തോഷത്തോടു കൂടിയാണ് കേൾക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു സമാധാനം വരട്ടെ, എത്ര കാലമായി ദിവസവും വെടിയുണ്ടയുടെ കാര്യം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ അതേസമയം ഇസ്രായേലിൽ തന്നെ തക്കതായ കാര്യമായ എതിർപ്പുള്ള ആൾക്കാരുണ്ട്. അതാണ് ഈ പ്രശ്നം തീർക്കുക എന്നുള്ളത് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചോ അതുപോലെ ഹമാസിനെ സംബന്ധിച്ചോ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം യുദ്ധം മുന്നോട്ട് പോകുന്നതോറും സൈനികപരമായ നഷ്ടം ഉണ്ടാകും, സാമ്പത്തികപരമായ നഷ്ടം ഉണ്ടാകും, രാജ്യത്തിൻ്റെ ഒരു സുസ്ഥിരമായ മുന്നോട്ട് പോക്കിനെയൊക്കെ അത് ബാധിക്കും. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അവരൊരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ അവർ അംഗീകരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ട്രംപ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബൈഡൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ ഒരു ഒത്തുതീർപ്പ് ചർച്ചയായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അപ്പോൾ സത്യത്തിൽ ഈ ഒത്തുതീർപ്പ് ചർച്ച എന്ന് പറയുന്നത് ഹമാസിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ളൊരു നിലപാടാണ്. പക്ഷേ ഇസ്രായേലിലെ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ഈ ഹമാസിൻ്റെ വേരെറുത്തിട്ട് പോരെ നമ്മൾ അല്ലേ. നേരത്തെ ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ വന്നപ്പോഴും ഇത് തന്നെ സംബന്ധിച്ചത്. പക്ഷേ അന്ന് ഇസ്രായേൽ ഈ ലെബനൻ സർക്കാരുമായിട്ടാണ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയത്, അല്ലാതെ ഹിസ്ബുള്ളയുമായിട്ട് ചർച്ചയ്ക്കൊന്നും വിളിച്ചില്ല. പക്ഷേ ഇവിടെ ഹമാസ് എന്ന് പറയുന്ന ആളുകൾക്ക് ഇനി അല്പമെങ്കിലും ജീവൻ കൊടുത്താൽ നാളെ വീണ്ടും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണമായിട്ട് മുന്നോട്ട് വരാം. അപ്പം നെതന്യാഹു ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത്? അതായിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് ഇങ്ങനെ പറയുമ്പോൾ അമേരിക്കയെ പിണക്കി മുന്നോട്ട് പോകാനായിട്ട് ഇസ്രായേലിന് അത്ര താല്പര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ട്രംപിനെ പോലെയുള്ള ഒരാൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ഒരു എടുത്തിയാട്ടക്കാരനൊക്കെയാണ്, എന്താ എപ്പോഴാണ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ലൈൻ അത്ര താല്പര്യം ഉണ്ടാവില്ല നെതന്യാഹുവിനായാലും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ എന്നാലും ഫുള്ളി ഹാപ്പിയാണ് എല്ലാവരും ഇസ്രായേൽ എന്ന് പറയാൻ പറ്റില്ല. പലർക്കും ഇതിൽ അല്പം സന്തോഷക്കുറവുണ്ട്. അതാണ് ഇപ്പോഴത്തെ സാർ. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഏതാണ്ട് 250ഓളം ബന്ദികളെ പിടിച്ചെടുക്കുക. അതിൽ 105ഓളം പേരെ അന്ന് തന്നെ മോചിപ്പിച്ചു ആ ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട്. ഇനിയുള്ള 100-ലധികം പേര് വരുമ്പോൾ അതിൽ തന്നെ ആദ്യഘട്ടമായിട്ട് 3 ഘട്ടമായിട്ടാണ് മോചിപ്പിക്കുക തന്നെ. ആദ്യഘട്ടത്തിൽ 35ഓളം പേരെ മോചിപ്പിക്കും. ഈ 35 പേരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഘട്ടത്തിൽ ഇത്ര പേരെ, അപ്പോൾ അതിനനുസരിച്ച് പിടിയിലുള്ള പാലസ്തീൻകാരെ മോചിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1, 2, 3 ഘട്ടമായിട്ട് ഇങ്ങനെ മോചിപ്പിക്കാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ട് മുഴുവൻ പേരെ ഒരുമിച്ച് മോചിപ്പിക്കാം എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഹമാസ് അടുത്ത് അത്തരം ഒരു നിർദ്ദേശം നടത്തണമെന്ന് ഈ ഇസ്രായേലിലെ കുറേ ആളുകളെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നെതന്യാഹു ഇപ്പം അവിടെയും പിണക്കാൻ പറ്റില്ല, ഇവിടെയും പിണക്കാൻ പറ്റില്ല. കാരണം പ്രതിപക്ഷ കക്ഷികളുടെ കൂടെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നെതന്യാഹു നിൽക്കുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തിലുള്ള അധികാരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ പിണക്കാൻ പെട്ടെന്ന് പറ്റില്ല. ഇനി കാരണം എല്ലായ്പ്പോഴും ഈ ബൈഡൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെതന്യാഹു പറഞ്ഞ് ഇസ്രായേലിൻ്റെ അടുത്ത് നിങ്ങൾ കയറി അടിയടാ ഹമാസിനെ തീർത്തേന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസിഡന്റിനെ അനുസരിക്കുകയും വേണം. ഒപ്പം ആഭ്യന്തരമായിട്ട് നെതന്യാഹു ഒരുപാട് പ്രഷർ നേരിടുകയും ചെയ്തു.
പ്രശ്നമുണ്ട്. അപ്പം ഇസ്രയേലിൽ എല്ലായ്പ്പോഴും ഹമാസ് ഒരു ഭീഷണി തന്നെയാണ്. അപ്പം വേരറുത്തില്ലെങ്കിൽ നാളെ വീണ്ടും മുള പൊട്ടി വരില്ലേ? അതെ, വീണ്ടും ഇവരുടെ അല്പം കിടന്നാലും പ്രശ്നമാണ്, അല്പം പോലും ബാക്കിയുണ്ടെങ്കിൽ പ്രശ്നമാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന രീതി വളരെ ഇമ്പ്രസീവായിരുന്നു. കാരണം എല്ലാ നേതാക്കന്മാരും, അതായത് സിൻവർ ഉണ്ടായിരുന്നു, മുഹമ്മദ് ഡൈഫ് ഉണ്ടായിരുന്നു, ഹാനിയ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഈ പറയുന്ന ഹമാസിൻ്റെ ടോപ്പ് ലീഡർഷിപ്പിനെ മുഴുവനും അവർ എലിമിനേറ്റ് ചെയ്ത് 1 by 1 എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ 50,000 ആൾക്കാരെ അവിടെ നിന്ന് അടിച്ച് തീർത്തു എന്ന് പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ചെറുത്ത് നിൽപ്പൊന്നും ഹമാസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹമാസിൻ്റെ അന്ന് ഈ പദ്ധതി ആരംഭിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ കൊല്ലുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല, അവർ കൊണ്ടുവന്ന് ബോംബിടും. ബോംബിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിലൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് മോളിൽ നിന്ന് ബോംബിടലാണ്. മോളിൽ നിന്ന് ബോംബിട്ട് കഴിഞ്ഞാൽ ഇവർ ഈ പണി സാധിച്ചെടുത്തതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ടണലിൻ്റെ അടിയിലിരിക്കും, ബാക്കി ജനങ്ങൾ ചത്തുപോകും. ജനങ്ങൾ ചത്തുവാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് ചത്താലും അവർക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ദൈവം തന്നു, ദൈവം എടുത്തു. ഒരാൾ മരിച്ചത്രേ ഉള്ളൂ, ദൈവം തന്നു, ദൈവം എടുത്തു. രാജ്യത്തെ രക്ഷിക്കാനല്ല നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞങ്ങ് നിൽക്കാം. അവർക്ക് പറഞ്ഞു നിൽക്കാൻ ന്യായങ്ങളുണ്ടാവും. പക്ഷേ അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ലൈഫ് കൗണ്ട്സ്, ഈച്ച് ലൈഫ് മാറ്റേഴ്സ്. അവർ ഓരോ മനുഷ്യജീവനും അവരുടെ വളരെയധികം വിലമതിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നം. എന്തായാലും ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അത്ര പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.